ഹായ് പ്രിയപ്പെട്ടവരെ, വന്ദേ മാതരം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ കോലാഹലം ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ പരിപാടിയിൽ അത് മുഴുവൻ പാടാനുള്ള ശ്രമത്തെ നേതാക്കന്മാർ തടയാൻ ശ്രമിച്ചത് വലിയ കുറ്റകരമായി പോയി എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും ഈ ചർച്ചയെ ചൂടുപിടിപ്പിച്ചിട്ടുണ്ട്. ദേശീയഗാനം പാടുമ്പോൾ പാലിക്കേണ്ട എല്ലാ നിബന്ധനകളും വന്ദേ മാതരത്തിനും ബാധകമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വന്ദേ മാതരം പാടുന്നതും തടസ്സപ്പെടുത്തിയാൽ, ശല്യപ്പെടുത്തിയാൽ അത് വലിയ തെറ്റാണ്, കുറ്റകരമാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച്. ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ച് എന്താണ് ഇതിന് പ്രസക്തി? സ്വന്തം മാതൃരാജ്യത്തിന് മഹത്വം നൽകുന്ന ഒരു ഗാനം ആലപിക്കുന്നതിൽ എന്താണ് ഇത്ര കുരുപൊട്ടാനുള്ളത്, എന്താണ് ആശങ്കപ്പെടാനുള്ളത് എന്ന് ചോദിക്കുന്നത് സംഘികളാകുമ്പോൾ അതിന് ഉത്തരം കൊടുക്കേണ്ടത് ഏത് രീതിയിലാണ്? നിയമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് പലരെയും കുടുക്കിലാക്കാൻ കഴിയുന്ന തരത്തിൽ നിയമക്കുരുക്ക് ഇവിടെ മുറുക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് പല പുരോഹിതരും പല ക്രൈസ്തവ നേതാക്കളും പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറയാൻ ഭയപ്പെടുന്നുണ്ട്, മടിക്കുന്നുണ്ട്. അതാണ് യാഥാർത്ഥ്യം. ധ്യാനഗുരുക്കന്മാർ പലരും അകത്ത് ക്ലാസ് എടുക്കുമ്പോൾ രഹസ്യമായി പറയുന്ന കാര്യങ്ങളല്ലാതെ പുറത്ത് കാര്യമായി ഈ വിഷയത്തിൽ പ്രതികരിക്കാറില്ല. ഇതിൽ ക്രൈസ്തവ വിശ്വാസ വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടോ? ഇതൊരു മതേതര ഗീതമാണോ എന്ന് ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. പാടണമോ വേണ്ടയോ എന്നത് നിങ്ങൾ തീരുമാനിക്കുക. എങ്കിലും ഇതൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. 1950 ഭരണഘടനാ നിർമ്മാണ സമിതി ഈ ഗാനം ദേശീയ ഗാനമായി പരിഗണിക്കേണ്ട എന്ന് തീരുമാനിക്കുകയും ജനഗണമന ദേശീയ ഗാനമാക്കുകയും ചെയ്തു. അപ്പോഴും ഇതിൽ നിന്ന് പിടിവിടാൻ തയ്യാറാകാത്ത ഒരു പറ്റം ആൾക്കാർ എന്തെങ്കിലും തരത്തിൽ അംഗീകരിച്ചേ പറ്റൂ എന്നൊക്കെ ആയപ്പോൾ ദേശീയ ഗീതമായി അംഗീകരിക്കാമെന്നൊരവസ്ഥ വന്നു. എങ്കിലും ഭരണഘടനാ നിർമ്മാണ സമിതി ഏകകണ്ഠമായി ഇതിൻ്റെ 2 സ്റ്റാൻസ്, ആദ്യത്തെ 2 ചരണങ്ങൾ മാത്രം ദേശീയ ഗീതമായി പരിഗണിച്ചു, അംഗീകരിച്ചു. യാഥാർത്ഥ്യബോധമുള്ളവർ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് ഈ ഗാനത്തിൻ്റെ 2 ചരണങ്ങൾ മാത്രം ദേശീയ ഗീതമായി അംഗീകരിച്ച് ബാക്കി ഭാഗം തള്ളിക്കളഞ്ഞു? അവർക്ക് വിവരമുള്ളത് കൊണ്ട്. ഇത് ദേശഭക്തി ഗാനമല്ലെന്നും ഒരു മതേതര ജനാധിപത്യ രാജ്യത്തിൻ്റെ ദേശീയ ഗീതമാകാൻ യോഗ്യമല്ലാത്ത ഒരു മതഭക്തി ഗാനമാണ്, ഹൈന്ദവ ഭക്തി ഗാനമാണ്, ദേവീസ്തുതി ഗാനമാണ് എന്നതിനാൽ അവർ തള്ളിക്കളഞ്ഞെങ്കിൽ ഇന്ന് സംഘപരിവാറും BJP ഗവൺമെൻറ്റും ഇതിൻ്റെ എല്ലാ ചരണങ്ങളും ആലപിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നതും നിയമത്തിൻ്റെ കുരുക്കിലാക്കിയിരിക്കുന്നതും ദുഷ്ടലാക്കോടെയാണ്, ദുരുദ്ദേശത്തോടെയാണെന്ന് തിരിച്ചറിയണം. 3 ദേവിമാരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്ന ഒരു ഗാനം അന്യമതസ്ഥർക്ക് അസ്വീകാര്യമായിരിക്കും എന്നതിനാൽ അവരുടെ ഹൃദയം മുറിപ്പെടുത്താതിരിക്കാൻ ഭരണഘടനാ ശില്പികൾ ശ്രമിച്ചപ്പോൾ അത് മനസ്സിലാക്കി ഇന്നത്തെ ഗവൺമെൻറ്റും എല്ലാ മതന്യൂനപക്ഷങ്ങളെയും യോജിപ്പിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഇത് നിർബന്ധമാക്കരുത്, ആദ്യ ചരണങ്ങൾ മാത്രമേ പാടാൻ അനുവദിക്കാവൂ എന്നല്ലേ നിർബന്ധം പിടിക്കേണ്ടത്? അപ്പോൾ മതേതരത്വവും ജനാധിപത്യവും കശാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ഏകാധിപത്യം നടപ്പിലാക്കാൻ, മതാധിപത്യം നടപ്പിലാക്കാനുള്ള നിഗൂഢ ശ്രമങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് ഇത് വലിയ കുടുക്കും കണിയുമായി മാറുന്നുണ്ട്. അത് പാടുന്നത് ശല്യപ്പെടുത്തുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ അത് കുറ്റകരമായ പ്രവൃത്തിയെ കാണുന്നു എന്നത് വലിയ കുടുക്കും കെണിയുമായി വരുന്നുണ്ട്. ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് വലിയ കുടുക്കും കെണിയുമാണത്. എന്തുകൊണ്ടാണ്? പള്ളിക്കകത്തോ പള്ളി വക സ്ഥാപനങ്ങളിലോ എന്തെങ്കിലും ആഘോഷത്തിൻ്റെ ഭാഗമായി വന്ദേമാതരം ആരെങ്കിലും പാടുന്നു കേൾക്കുമ്പോൾ പുരോഹിതനോ മെത്രാനോ അരുത്, അത് പാടണ്ട എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ആ പുരോഹിതനോ മെത്രാനോ ജയിലിൽ കിടക്കേണ്ട തെറ്റാണ് ചെയ്യുന്നത്. ഈ നിയമത്തിൻ്റെ പരിധി വെച്ച് ക്രൈസ്തവരെ വേട്ടയാടണമെന്ന് തീരുമാനിച്ചാൽ ഏത് സർക്കാരിനും വേട്ടയാടാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ നിയമം കൊണ്ടുവന്ന് നമ്മളെ കുരുക്കലാക്കിയിരിക്കുകയാണ്. ക്രൈസ്തവരെ എന്ന് മാത്രമല്ല ഇതര മതസ്ഥരെയൊക്കെ കുരുക്കലാക്കിയിരിക്കുകയാണ്. വന്ദേമാതരം ആലാപനവുമായി ബന്ധപ്പെട്ട് ഈയിടെ ചർച്ച ചെയ്യപ്പെടുന്ന പല വീഡിയോകളിൽ ഒന്നിൻ്റെ ഒരു ഭാഗം ഒന്ന് കാണുക. ഇവിടെയുള്ള ചില ഹൈന്ദവ ദൈവങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ ഇവർക്ക് കുരുപൊട്ടി. ഇവർ മറന്നുപോകുന്നത് ഭാരതം ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ദേശമാണ്. ഈ ഹൈന്ദവ വിശ്വാസത്തിന്റെ പ്രത്യേകതയും പാരമ്പര്യവുമാണ് അന്യമതങ്ങളെയും അന്യദൈവങ്ങളെയും ആദരിക്കുന്നതും അവരെയും ദൈവമായി കാണുന്നതും. മറ്റ് മതസ്ഥരെയും മറ്റ് ദൈവങ്ങളെയും ഒക്കെ സ്വീകരിക്കാൻ കഴിയുന്ന വിശാല ഹൃദയമാണ് ഉള്ളതെങ്കിൽ എന്തുകൊണ്ട് ഈ ദേശീയ ഗീതത്തിൻ്റെ ഒടുവിൽ ദേവീസ്തുതി മാത്രം വെച്ചു? ദേവീസ്തുതിയുടെ വരികൾക്ക് ശേഷം മുസ്ലിം ക്രൈസ്തവ ആരാധനാപത്രങ്ങളിലെ ഏതെങ്കിലും സ്തുതികീർത്തനങ്ങൾ വെച്ചോ? ഈ മതേതര രാജ്യത്ത് ഈ ഗീതത്തെയും ശരിയായ അർത്ഥത്തിൽ നാം വിലയിരുത്തേണ്ടതുണ്ട്. ദുർഗയെ തൊഴുതാൽ ഞങ്ങൾ കാണുന്നത് ഭാരതാംബെ നിന്നെയാണ്. അത് മഹത്തായ പാരമ്പര്യമാണ്. പിന്നെ എണ്ണീന് പറയുന്നു ദുർഗയെക്കുറിച്ചും ലക്ഷ്മിയെക്കുറിച്ചും സരസ്വതിയെക്കുറിച്ചും. നീ തന്നെയാണ് ദുർഗ, 10 ആയുധങ്ങൾ ധരിച്ച ശക്തിയുടെ രൂപം. നീ തന്നെയാണ് കമല, താമരയിൽ വസിക്കുന്ന സമൃദ്ധിയുടെ പ്രതീകം. നീ തന്നെയാണ് സരസ്വതി, ജ്ഞാനവും വിദ്യയും നൽകുന്നവൾ. നിർമ്മലവും അതുല്യവുമായ കമലെ, നിന്നെ ഞാൻ നമിക്കുന്നു. നോക്കൂ, ഇതാണ് ഇവിടെ ചിലരെ കലിപിടിപ്പിക്കുന്നത്. ഇത് വർഗീയമായി ചെല്ലരുതെന്നായി. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയാണോ നിങ്ങളിൽ പലരും ഈ ബഹളം വയ്ക്കുന്നത്? ഇതിൽ എന്താണ് നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നത്? ഇത് കേട്ടിട്ട് കുരു പൊട്ടണമെങ്കിൽ എന്തെങ്കിലും സാരമായ കുഴപ്പം ഇവർക്കുണ്ടാവണം. എന്താണ് ഇത്ര കുരുപൊട്ടാനുള്ളതെന്നല്ലേ? 4-5 തവണ മാലയിട്ട് ശബരിമല കയറിയ മറുനാടന്, എരുമേലിയിലെ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയായ മറുനാടന് ഇങ്ങനെ ചോദിക്കാൻ പറ്റുകയുള്ളൂ,
ഇതിൻ്റെ ശരിയായ വശം വിലയിരുത്താനോ അവതരിപ്പിക്കാനോ കഴിയില്ല, അതിനുള്ള ശേഷിയില്ല നമുക്കറിയാം. ഇതിൽ എന്താണ് നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നത്? രാജ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അല്പം പ്രകൃതി വർണ്ണനയൊക്കെ നടത്തിയ ശേഷം പരിപൂർണമായും ഒരു ഹിന്ദു ഭക്തി ഗാനമായി ക്ഷേത്രത്തിലോ വീട്ടിലോ ആരാധനാ സമയത്ത് ആലപിക്കാവുന്ന ഒരു ഗാനത്തെ ദേശീയ ഗീതം എന്നവരിൽ അവതരിപ്പിച്ചുകൊണ്ട് അനേകരെ ഹൈന്ദവവൽക്കരിക്കാനും കാവ്യവൽക്കരിക്കാനുമുള്ള ശ്രമങ്ങളെയാണ് ആശങ്കയോടെ കാണുന്നത്. രാജ്യത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതിൽ ആശങ്കയില്ല, ദേവീസ്തുതി പാടുന്നതിലും ആശങ്കയില്ല. അത് പാടുന്നവർ പാടട്ടെ. മറ്റു മതസ്ഥരും ദേവീസ്തുതി ആലപിക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ച് എല്ലാവരെയും ശിക്ഷിക്കാനുള്ള കുരുക്കൊരുക്കി വെക്കുന്നതിലേ ആശങ്കയുള്ളൂ. ഇതിലെ ചില വരികൾ നമുക്കൊന്ന് വിലയിരുത്താം. സുഹാസിനി, സുഭാഷിണി എന്ന വരികളൊക്കെ അതിലുണ്ടല്ലോ. അതായത് നല്ല മധുരമായി സംസാരിക്കുന്നവളെ എന്നാണ് രാജ്യത്തെക്കുറിച്ച് പറയുന്നത്. ഈ മധുരമായ സംസാരം രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും നാവിലൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണമെന്ന് നമുക്ക് ശാഠ്യം പിടിക്കേണ്ടതില്ല. പക്ഷേ മധുരമായി സംസാരിക്കുന്നവളെന്നൊക്കെ രാജ്യത്തെ വിലയിരുത്തുമ്പോൾ ഈ ദേശസ്നേഹവും ദേശഭക്തിയും ഹോൾസെയിലായും റീറ്റെയിലായും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നവരെങ്കിലും മധുരമായി സംസാരിക്കണമായിരുന്നു. അവരുടെ വായിൽ നിന്ന് ഉതിരുന്നതെല്ലാം വിഷലിപ്തമായ വാക്കുകളാണ്. ഈ രാജ്യസ്നേഹം പറയുകയും ദേശഭക്തി പറയുകയും ചെയ്യുന്ന സംഗീത ചാനലുകളിൽ വന്നിട്ടുള്ള ഓരോ വീഡിയോകളും ഓരോരുത്തരുടെ സ്റ്റേജിലെ പ്രസംഗങ്ങളും ഒന്ന് വിലയിരുത്തിയാൽ മതി. വിഷം ചീറ്റുകയാണ്, അന്യമതസ്ഥർക്കെതിരെ വിഷം ചീറ്റുകയാണ്. ഈ വരികൾ എങ്ങനെ ഈ സന്ദർഭത്തിന് യോജിക്കും? അതുകൊണ്ട് അതൊന്ന് പരിഷ്കരിച്ച് ചില വരികളൊക്കെ മാറ്റി എഴുതേണ്ടതല്ല എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ദേശീയ ഗീതം ഇന്ത്യയുടെ ഒരു മതേതര മുഖമല്ല കാണിക്കുന്നത്. ഇവിടുത്തെ പ്രമുഖ മതങ്ങളുടെ ആരാധനാപാത്രങ്ങളുടെ പേരുകളും ഉൾപ്പെടുത്തി ആ സ്തുതിഗീതങ്ങളും ഉൾപ്പെടുത്തിയായിരുന്നു ഈ ദേശഭക്തി ഗാനം അവതരിപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് BJP ഗവൺമെൻറ്റോ സംഘപരിവാർ വേട്ടനായ്ക്കളോ ഈ ഗീതം ആലപിക്കുവാൻ നിയമക്കുരുക്ക് വെച്ച് നിർബന്ധിക്കുമായിരുന്നോ? മതഭക്തി വർദ്ധിപ്പിച്ച് ഒരു മതരാഷ്ട്രവാദത്തെ വളർത്തിക്കൊണ്ടുവരാൻ മാത്രമാണ് ഇത് ഗുണം ചെയ്യുക എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിർബന്ധിക്കുമ്പോഴാണ് ഇതിലെ അപകടം മണത്തറിയേണ്ടത്. ഇത് ഇന്ത്യയുടെ മതേതര മുഖമല്ല, ഇന്ത്യയുടെ മതരാഷ്ട്ര മുഖമാണ് ഈ ഗീതം വെളിപ്പെടുത്തുന്നത് എന്ന് വ്യക്തമാണ്. ദേശഭക്തിയായിട്ട് ബന്ധപ്പെട്ട് പലവിധ രീതിയിലാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കുടുക്കിലാക്കുന്നത്. ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചാൽ നമ്മൾ ചിന്തിക്കും അതെന്താണ്, ഭാരതത്തിന് ഒരു രാജ്യത്തിന് ജയ് അല്ല. ഇവരുദ്ദേശിക്കുന്ന ഭാരത് മാത, സംഖ്യകൾ ഉദ്ദേശിക്കുന്നത് ഭാരത് മാത ഈ രാജ്യത്തെ അല്ല, ഈ രാജ്യത്തെ സംരക്ഷിക്കുന്ന ഒരു ദേവിയെയാണ് അവരുദ്ദേശിക്കുന്നത്. ഭാരതാംബ ചിത്രം എന്ന് വെച്ചാൽ ഭാരതത്തിൻ്റെ പ്രതീകമായ ഒരു ചിഹ്നമോ ചിത്രമോ അല്ല. ഇന്ത്യ മാതൃരാജ്യമല്ലേ, മാതൃരാജ്യത്തെ ബഹുമാനിക്കേണ്ട എന്ന് ചോദിച്ച് ഭാരതാംബ ചിത്രം വണങ്ങാൻ വേണ്ടിയിട്ടും തരുന്നു. ഒരു വിശാല ഹൃദയം എന്ന കാഴ്ചപ്പാടിലൊക്കെ ചില പള്ളികളിൽ പോലും വെച്ച് വണങ്ങുന്നുണ്ടാകാം. ഭാരതാംബ എന്നവർ പറയുമ്പോൾ ഭാരതത്തെ സംരക്ഷിക്കുന്ന അമ്മ ദുർഗാദേവി, ആ ഭാരതാംബ ദുർഗാദേവിയാണ് എന്നതാണ് യാഥാർത്ഥ്യവും അതാണ് അവർ പറയുന്നതും. അത് ചിലയിടങ്ങളിൽ പറയാതെ മറച്ചു വെക്കും, ചിലയിടങ്ങളിൽ നേരിട്ട് പറയും. ഇത് സംബന്ധിച്ച് ഗവർണറുമായി ബന്ധപ്പെട്ട ഭാരതാംബ ചിത്രം വിവാദമായിരുന്ന സമയത്ത് ഞാൻ ചെയ്തൊരു വീഡിയോ, ക്രൈസ്തവർക്കോ മുസ്ലിങ്ങൾക്കോ കൂടി ഇത് സ്വീകാര്യമാകണമെന്ന് എങ്ങനെ വാശി വെക്കാൻ പറ്റും? എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഭാരതാംബയുടെ ചിത്രം പുറത്തിറങ്ങട്ടെ. തീർച്ചയായിട്ടും വേണം. എല്ലാവർക്കും സ്വീകാര്യമായ ചിത്രം കൂടിയേ പറ്റൂ. ഇന്ത്യൻ ജനതയെ പ്രതിനിധീകരിക്കുന്ന ചിത്രം എന്ന നിലയിലാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നതെങ്കിലും യഥാർത്ഥത്തിൽ നവരാത്രി പൂജകൾ 9 ദിവസം ഏത് ദേവിക്ക് സമർപ്പിക്കുന്നു? ആ ദേവി മഹിഷാസുരനെ വധിക്കാൻ അവതരിച്ചു എന്ന് പറയപ്പെടുന്ന ഏത് ദേവിയെ കുറിച്ചാണ്? ആ ദേവി ഋഗ്വേദത്തിൽ പറയപ്പെടുന്ന സിംഹത്തിന്റെ പുറത്ത് കയറി വരുന്ന ഈ ദുർഗാദേവിയെ കുറിച്ചല്ലേ? ഈ ദുർഗാദേവി തന്നെയാണ് ഈ ഭാരതാംബ ചിത്രത്തിന്റെ പിന്നിലെന്ന് രഹസ്യമൊന്നുമല്ല, പരസ്യമായ കാര്യമല്ലേ? പക്ഷേ പലപ്പോഴും ചർച്ച ചെയ്യുന്നവര് ചാനൽ ചർച്ചകളിലൊക്കെ ഇതങ്ങ് മുക്കും. ജനൻ ടിവിയിലെ സംബന്ധിച്ച് വന്നൊരു ചർച്ചയുണ്ടായിരുന്നല്ലോ, അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ, ഋഗ്വേദത്തിലും മറ്റു പുരാണങ്ങളൊക്കെ പരാമർശിക്കുന്ന ദുർഗാദേവിയെ തന്നെയാണ് വെച്ചിരിക്കുന്നതെന്ന്. ഒന്ന് ശ്രദ്ധിച്ചേ. അപരീന്ദ്രനാഥ് ടാഗോർ ഉണ്ടാക്കിയത് ഭാരത് മാതയല്ല, അത് ബംഗാൾ മാതയായിരുന്നു. ആ ബംഗാൾ മാതയെ പിന്നീട് സിസ്റ്റർ നിവേദിതയാണ് ഭാരത് മാത എന്നുള്ള പേരിൽ പ്രചരിപ്പിക്കുന്നത്. എന്താ പറയുക, ആനന്ദ് മഠ് എന്ന് പറയുന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എന്ന് പറയുന്ന ഗീതം ഉണ്ടാവുന്നത്. ആ വന്ദേ മാതരം ഈ ഭാരതത്തെ അമ്മയായി കണ്ട് പ്രാർത്ഥിക്കുന്ന ഗീതമാണ്. ആ ഗീതത്തിൽ ദുർഗയായിട്ടും ലക്ഷ്മിയായിട്ടും സാധിക്കുമെങ്കിൽ കാണണം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, പറ്റുന്നവരത് കാണുക. അതുകൊണ്ട് ദേശഭക്തിയുമായി ബന്ധപ്പെട്ടതെല്ലാം ഒരു ചൂണ്ടയാണ്, ഇവിടെ ന്യൂനപക്ഷങ്ങളെ കൊടുക്കാനുള്ള ചൂണ്ടയിട്ട് പിടിക്കാനുള്ള ചൂണ്ടയായി മാറിയിട്ടുണ്ട് എന്നതുകൊണ്ട് ദേശഭക്തി, ദേശാഭിമാനം നമുക്ക് ഒന്ന് പുനർവിചിന്തനം ചെയ്യേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. ഭാരതം എന്ന വാക്കിൽ പിടിച്ചാണ് ഇത് കൂടുതലായി ഇവർ കളിക്കുന്നത്. ഇന്ത്യയുടെ പേര് മാറ്റി ഭാരതമാക്കിയതും ഇതുപോലെ പല ചരിത്രങ്ങളും മഹാഭാരത യുദ്ധവുമായി ബന്ധപ്പെട്ടുമൊക്കെ അതൊക്കെ ചരിത്ര സത്യമാണെന്ന് അവതരിപ്പിച്ചുകൊണ്ടുമൊക്കെ ഭാരതം എന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ അതിലൊരു ഹൈന്ദവ തത്വസംഹിതകളുടെ അടിസ്ഥാനവും ഹൈന്ദവവൽക്കരണത്തിനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. പക്ഷേ ഇന്ത്യ എന്ന വാക്ക് വരുമ്പോൾ അങ്ങനെ അവർ കാണുന്നില്ല. നാമൊക്കെ ഭാരതീയരാണ്, ഭാരതാംബയുടെ മക്കളാണ് ഒക്കെ പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് പോലെ ഈ രാജ്യത്തിൻ്റെ മക്കൾ എന്ന അർത്ഥത്തിലല്ല, ഭാരതത്തെ സംരക്ഷിക്കുന്ന ദുർഗയുടെ മക്കൾ എന്ന നിലയിലാണ് കാണുന്നത്. ഇങ്ങനെ ഹിഡൻ അജണ്ടകൾ വെച്ചുകൊണ്ട് ഈ ഭാരതത്തെയും ഭാരതാംബ ചിത്രത്തെയും ഭാരത മാതാവിനെയും ഒക്കെ അവതരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ പുത്രൻ എന്ന് പറയുന്നതിൽ ലജ്ജിക്കുകയും
ഇന്ത്യയുടെ പുത്രൻ എന്ന് പറയുന്നതിൽ, ഇന്ത്യക്കാരൻ എന്ന് പറയുന്നതിൽ അഭിമാനിക്കുകയും ചെയ്യേണ്ട സാഹചര്യമാണുള്ളത് എന്ന് തിരിച്ചറിയണം. അതെ, ഇന്ത്യക്കാരൻ എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നതോടൊപ്പം ഭാരതീയൻ എന്നതിൽ ലജ്ജിച്ച് തലതാഴ്ത്തുകയും ചെയ്യേണ്ട അവസ്ഥയാണ്, ഗതികേടാണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ദേശസ്നേഹം പ്രചരിപ്പിക്കുന്നവരുടെ ദുർബുദ്ധി അത്ര അധികമായി പോയി. അതുകൊണ്ട് ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട അവസ്ഥയാണ് വന്നിട്ടുള്ളത്. ഭാഗം ചിന്തിക്കാം. ഇനി മറ്റൊരു ഭാഗം ചിന്തിക്കാം. ക്രൈസ്തവ വിശ്വാസികളിൽ പലരും ഇത് രണ്ട് തട്ടിലാണ്. ചിലരിത് പാടാമെന്ന് പറയുന്നു, ചിലരിത് പാടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു. പലതരത്തിലാണ്. അത് ഭക്തിയുടെ വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് അതിൽ വ്യത്യാസം വരുന്നുണ്ട്. തീക്ഷ്ണ ഭക്തരുടെ ചാനലായ ജൈനീസ് മീഡിയയിൽ, ഇൻ ദി നെയിം ഓഫ് ജീസസ് ജൈനീസ് മീഡിയയിൽ ഈയിടെ വന്നൊരു വീഡിയോയുടെ അല്പഭാഗം ഒന്ന് കാണുക. നമ്മൾ പലപ്പോഴും സിനിമാ ഗാനങ്ങൾ ആലപിക്കാറുണ്ട്, ഹൈന്ദവ ഭക്തിഗാനങ്ങളും നാം ആലപിക്കാറുണ്ട്. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആരാധനയായിട്ടാണോ നാം പാടുന്നത്? ഒരിക്കലുമല്ല. മറിച്ച് നമ്മുടെ കൂടെയുള്ള സമൂഹം ആലപിക്കുന്ന ആ ഒരു മനോഭാവത്തെ നമ്മൾ ബഹുമാനിക്കുന്നത് കൊണ്ട് മാത്രമാണ് നാം അത് ഏറ്റുപാടുന്നത്. ഒരിക്കലും നമ്മൾ അതൊരു പ്രാർത്ഥനയായിട്ടല്ല, ഒരു ഗീതമായിട്ട് മാത്രമാണ് കാണുന്നത്. അപ്രകാരം തന്നെ ഒരു ദേശീയ ഗീതമായി കാണുന്നതിൽ, വന്ദേ മാതരത്തെ അങ്ങനെ കണ്ട് പാടുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്നാണ് എൻ്റെ പക്ഷം. ഹൈന്ദവ ആരാധനയിൽ പങ്കുചേർന്ന് ഹൈന്ദവർക്കൊപ്പം ഈ ജിൻഡോ വേലൂർ പാടിയിട്ടുണ്ടാകാം. അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ വ്യക്തമാണ്, പാടാറുണ്ടല്ലോ എന്ന് അദ്ദേഹം പാടിയിട്ടുണ്ടാകാം. എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ഹൈന്ദവ ആരാധനയിൽ പങ്കെടുക്കാറുണ്ടോ? ഹൈന്ദവ ഗാനങ്ങൾ പാടി ആരാധിക്കുന്നവരോടൊപ്പം നിങ്ങൾ പാടാറുണ്ടോ? എങ്കിൽ അത് തെറ്റാണ് എന്ന് ഞാൻ പറയും. ആരാധന മനോഭാവത്തോടെയാണോ? അത് പാടുന്ന ആ സൊസൈറ്റിയെ, ആ ടീമിനെ, അതിൽപ്പെട്ടവരെ സന്തോഷിപ്പിക്കാനാണോ എന്ന് നിങ്ങളുടെ ഉദ്ദേശമൊന്നും അവിടെ ബാധകമല്ല. ആ പാട്ടിൻ്റെ വരികൾ എന്താണോ അത് നിങ്ങൾ ഉച്ചരിക്കുന്നു എന്നതാണ്. അത് കടുത്ത ഒന്നാം പ്രമാണ ലംഘനമുണ്ടെങ്കിൽ നിങ്ങൾ കുടുക്കിലാകും. നിങ്ങൾ ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്നറിയണം. ഒപ്പമുള്ള ചില മനുഷ്യരെ സന്തോഷിപ്പിക്കാൻ കടുത്ത ഒന്നാം പ്രമാണ ലംഘനം നടത്തിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ വിശ്വകുർബാന സ്വീകരിക്കാൻ കഴിയും? എങ്ങനെ ക്രൈസ്തവ വിശ്വാസിയാണെന്നവരുടെ പള്ളിയിൽ പോകാൻ കഴിയും? വേലൂരിനെ പോലെ പലരും വചനം പ്രഘോഷണം നടത്തുകയും ഇതുപോലൊക്കെ അഭ്യാസം നടത്തുകയും ചെയ്യുന്നുണ്ടാകാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് അദ്ദേഹം പറയുന്ന മറ്റൊരു വാചകമുണ്ട്. ഭാരത മാതാവിനെ ആരാധിക്കുന്നു എന്നാണ് നാം പാടുന്നതെങ്കിൽ തീർച്ചയായും അത് തെറ്റാണ്. ആരാധിക്കുന്നു എന്ന് പാടിയാൽ തെറ്റ് എന്ന്. ദേവസ്തുതി ഒക്കെ ആരാധനയുടെ ഭാഗമാണ്. ആരാധിക്കുന്നു എന്നൊരൊറ്റ വാക്ക് പറയലല്ല ആരാധന. ആരാധനയുടെ പല തലങ്ങളുണ്ട്, അത് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. എങ്കിലും ഒന്ന് പറയട്ടെ, സ്തുതി എപ്പോഴും ആരാധനയുടെ ഭാഗം തന്നെയാണ്. ഏകദൈവ വിശ്വാസത്തിലായിരിക്കെ അറിഞ്ഞുകൊണ്ട് ദേവീസ്തുതികൾ ഉരുവിട്ടാൽ അത് തെറ്റാണെന്നല്ലേ ഇദ്ദേഹം തന്നെ പറഞ്ഞു വരുന്നത്. സരസ്വതി ദേവിയെയും ലക്ഷ്മി ദേവിയെയും ദുർഗാദേവിയെയും പേരെടുത്തു പറഞ്ഞ് സ്തുതി കീർത്തനം ഉള്ളതാണ് വന്ദേമാതരം പാട്ട് എന്ന് അറിഞ്ഞുകൊണ്ട് പാടുകയും അത് പ്രോത്സാഹിപ്പിച്ച് വീഡിയോ ഇടുകയും ചെയ്യുന്നവർ ദൈവത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അവർ തെറ്റിന് തക്ക ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള വിശ്വാസികളോടും ഒരു ശരാശരി വിശ്വാസികളോടും എനിക്ക് പറയാനുള്ളത്, ഹൈന്ദവ ആരാധനാ ഗീതം ദേശീയ ഗീതം എന്ന പേരിൽ അവതരിപ്പിച്ചാലും അത് ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ച് അതിൽ നിന്നും പിന്തിരിഞ്ഞ് പശ്ചാത്തപിച്ച ശേഷം കുമ്പസാരിക്കണമെന്നും എനിക്ക് പറയാനുണ്ട്. പ്രമാണങ്ങളിൽ ഏറ്റവും പ്രധാനമായത് അന്യദൈവാരാധന അരുത് എന്ന, ഏകസ്വത്വ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന ആദ്യത്തെ കൽപ്പനയാണ് ഏറ്റവും പ്രധാനം. ഒന്നാം പ്രമാണമാണ് പരമപ്രധാനം എന്ന് മനസ്സിലാക്കണം. ആ ഒന്നാം പ്രമാണം ഇല്ലാത്തവന് ഒരു പ്രമാണവും പിന്നെ പാലിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് സ്വന്തം പിതാവിനെ നിഷേധിക്കലാണ് പിതാവിൻ്റെ മറ്റു വാക്കുകൾ നിഷേധിക്കുന്നതിനേക്കാൾ ഏറ്റവും ഗൗരവമുള്ള കാര്യം. തീർച്ചയായും നിങ്ങൾ പിതാവായ ദൈവത്തെ ഉപേക്ഷിക്കുന്നു, ഒന്നാം പ്രമാണം ലംഘിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പാട്ടിൽ ഇത്രയും തിരിക്കുന്നു, അതത്ര നിസ്സാര കാര്യങ്ങളല്ലേ എന്ന് ചിലർ ചിന്തിക്കുന്നു. ഒന്നോർക്കുക, നമ്മുടെയൊക്കെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലൊക്കെ പരിശുദ്ധാത്മാവേ വരൂ എന്ന് പാട്ട് പാടിയിട്ട് പരിശുദ്ധാത്മാവ് വന്നതായ അനുഭവങ്ങളുണ്ടെങ്കിൽ ഒന്നോർക്കുക, വരു ദേവി തരുദാനം എന്ന് പാടിയാൽ ദേവി വരും, ചില ദാനങ്ങൾ തന്നിരിക്കും, അത് നിങ്ങൾക്ക് ഇരിപ്പതായിരിക്കും. അപ്പോൾ യുദ്ധരംഗത്തുള്ള സൈനികർക്ക് ഇതര സൈന്യത്തിൽ നിന്നും എന്തെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഗുണകരമാകാൻ സാധ്യതയില്ല എന്ന് ചിന്തിച്ചുകൊള്ളണം. നിരവധി ക്രൈസ്തവ കുടുംബങ്ങളും വ്യക്തികളും മാറാവ്യാധി വഴി, തീരാ ദുരിതങ്ങൾ വഴി ശപിക്കപ്പെട്ടതായി നശിച്ചു പോയിട്ടുള്ളത് ഒന്നാം പ്രമാണ ലംഘനം വഴിയാണ്. ചില ദാനങ്ങളൊക്കെ ലഭിച്ചത് കൊണ്ടാണ്. 30 കൊല്ലത്തോളമായുള്ള വചന പ്രഘോഷണവും കൗൺസിലിങ്ങും നടത്തിയ പരിചയത്തിൽ നിരവധി പേരുടെ നീറുന്ന അനുഭവങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് തർക്കങ്ങളുണ്ടാകാം, വിയോജിപ്പുണ്ടാകാം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ പരമാവധി വിശ്വാസക്കിടയിലേക്ക് ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.